നേരത്തെ ഇപ്പോൾ അനൂപ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മൃതദേഹം കണ്ടെടുത്തത്. എത്ര വലിയ സങ്കടകരമായ കാഴ്ചയാണ് അത് എന്ന് നമുക്ക് മനസ്സിലാകും. നിലവിലത്തെ ഒരു സ്ഥിതി മുണ്ടക്കയിലെ സാഹചര്യം അതീവ സങ്കടകരമായി മാറുകയാണ്. നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം ഇപ്പോൾ തന്നെ 4 മൃതദേഹ ശരീരങ്ങൾ കണ്ടെടുത്തു എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പ് ചൂരൽമലയിൽ നിന്ന് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെടുത്തു. ഏതാണ്ട് 10ഓളം മൃതദേഹ ശരീരങ്ങൾ ഇപ്പോൾ ആശുപത്രികളിലും ദുരന്ത സ്ഥലത്തുമായി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തിരച്ചിൽ നടക്കുകയാണ്. ഒരു അവ്യക്തത, എത്ര പേർ ഈ മേഖലയിൽ. ശരി അനൂപ്, തുടരുക. വളരെ പെട്ടെന്ന് അനൂപിലേക്ക് മടങ്ങിയെത്താം. ഏതായാലും നേരത്തെ ഒരു പ്രേക്ഷകൻ വിളിച്ച് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 4 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതും 12 വീടുകൾ ഒറ്റപ്പെട്ടതുമായ ഒരവസ്ഥയാണുള്ളത്. അവിടെ നാട്ടുകാരെ ഇപ്പോൾ സുരക്ഷിതരാക്കിയിട്ടുണ്ട് എന്ന വിവരം നമ്മുടെ കോഴിക്കോട് നിന്നുള്ള പ്രതിനിധികൾ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എല്ലാ മേഖലകളിലും ഇപ്പോൾ മഴക്കെടുതി അല്ലെങ്കിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായേക്കുന്ന എല്ലാ മേഖലകളിലും കൃത്യമായി എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഭയപ്പെടാതെ ഇരിക്കുക. വയനാട്ടിൽ പക്ഷേ സ്ഥിതി അതല്ല. വലിയ തോതിലുള്ള ഉരുൾപൊട്ടൽ, അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ അടക്കം ഉണ്ടായിരിക്കുന്നു. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നത് സ്ഥിരീകരിച്ച വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ സ്ഥിരീകരണം അനുസരിച്ച് 4 പക്ഷേ ഇപ്പോൾ 8 മൃതദേഹങ്ങൾ നേരിട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ നമ്മളോട് സംസാരിച്ചതനുസരിച്ച് അവർ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് ഈ വലിയ അപകടം, ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉണ്ട്, ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം സന്നദ്ധ സംഘടനകളുണ്ട്, ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളുണ്ട്. അങ്ങനെ എല്ലാവരും കൈകോർത്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പരമാവധി ആളുകളെ ജീവനോടെ ആരോഗ്യത്തോടുകൂടി തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന വലിയൊരു ലക്ഷ്യവുമായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ നേരത്തെ മന്ത്രി കെ രാജൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ അപകടമാണ്, ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം പുലർച്ചെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി ഈ സ്ഥലത്ത് പരമാവധി ആളുകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. രക്ഷാപ്രവർത്തകർക്ക് ഓടി മാറേണ്ടി വന്നു. അപ്പോൾ അത്തരത്തിൽ അപകടത്തിലേക്ക് ചെന്നെത്താതിരിക്കുക, പരിശീലനം സിദ്ധിച്ച നിരവധി ആളുകളെ അവിടെ എത്തിക്കുന്നുണ്ട്. ഏറ്റവും കഴിവതും സുരക്ഷിതമായി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുക എന്നത് മന്ത്രി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതെ ഇരിക്കുക എന്നതും മന്ത്രി നേരത്തെ കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ജില്ലാ ഭരണകൂടവും സർക്കാരും പറയുന്ന കണക്കുകളിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. മരണസംഖ്യ അത് 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നതിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതിൽ 1 വയസ്സുള്ള കുഞ്ഞിന്റെയും മൃതദേഹമുണ്ട് എന്നതാണ്. വയനാട്ടിൽ ഇപ്പോൾ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ആ നമ്പറുകൾ നമ്മളിപ്പോൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കൈരളി ന്യൂസിലേക്കും ഈ രക്ഷാദൗത്യത്തിന് സഹായകരമാകുന്ന നിലയ്ക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ കൈമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള കുടുങ്ങിക്കിടക്കുന്നവർക്കോ ഏതൊരു ഘട്ടത്തിലും വിളിക്കാവുന്നതാണ്. പരമാവധി അവിടേക്ക് സഹായങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ എത്തിക്കുന്നുണ്ട്, ആളുകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു രക്ഷാദൗത്യം പുലർച്ചെ മുതൽ അവിടെ നടക്കുന്നുണ്ട്. രാവിലെ പുലർച്ചെ 1:30 ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. ശേഷം 4:30 രണ്ടാമത് ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. പിന്നീട് 6:30 ശേഷമാണ് മൂന്നാമത് ഉരുൾപൊട്ടിയതുമായി ബന്ധപ്പെട്ട ആളുകൾ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്. വലിയ അപകടം, ഈ സമീപകാലത്ത് വയനാട് കണ്ടിട്ടില്ലാത്ത നിലയ്ക്കുള്ള വലിയ അപകടമാണ്, ഈ പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത് എന്ന് പറയാം. പുഴ ഗതിമാറി ഒഴുകിയിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുന്നു. അത്രത്തോളം വലിയ കുത്തൊഴുക്ക്, മലവെള്ള പാച്ചിൽ ഉണ്ടായിരിക്കുന്നു. ഉൾക്കാട്ടിൽ വലിയ മഴ ഇപ്പോഴും തുടരുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ പ്രേക്ഷകരടക്കം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നവർ വലിയ തോതിൽ പകച്ചുപോയ ഒരു സാഹചര്യമുണ്ട്. കാരണം നേരം പുലർന്നപ്പോൾ ഇതിന്റെ ഒരു ഭീകരത എത്രത്തോളമാണ് എന്നത് മനസ്സിലായത്. ആ നിലയ്ക്ക് അവിടേക്ക് കൂടുതൽ ആളുകളെ എത്തിച്ചുകൊണ്ട്, കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 5 മന്ത്രിമാർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ജനപ്രതിനിധികൾ എല്ലാവരും അവിടെയുണ്ട്. ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ രാത്രി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്, പുലർച്ചെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിന് നേരിട്ട് ഏകോപനം നൽകുന്നുണ്ട്.